السلام عليكم ورحمة الله وبركاته. الحمد لله الذي نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له. فنشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم. يا رب بالمصطفى بلغ مقاصدنا فاغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ വളാഞ്ചേരി ജീലാനി സ്റ്റഡീസിന് സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിൻ്റെ പ്രഭാഷണ വേദിയിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും അവൻ്റെ അടുക്കൽ പൊരുത്തപ്പെട്ട സ്വാലിഹായ ഒരമലായി സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ നാഥനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ ഏറ്റ വിഷയം മുഹമ്മദുർ റസൂലുള്ളാഹി കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്ന വിഷയമാണ്. ഒരുപാട് ഇതുമായി സംബന്ധിച്ച് സംസാരിക്കാനുണ്ട്. സമയത്തിൻ്റെ കുറവ് മൂലം അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാം. അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആത്മാവിനെ സൃഷ്ടിച്ചത് മുതൽ, അവിടുത്തെ പ്രകാശത്തെ സൃഷ്ടിച്ചത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തിന് കാരുണ്യമായിട്ടാണ്. ആത്മീയ ലോകത്ത് ജീവിക്കുമ്പോഴും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യമായിട്ടാണ് ജീവിച്ചത്. ആത്മാവിൻ്റെ ലോകത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആർക്കാണ് കരുണ ചെയ്തത്? ഈ ഭൂലോകത്തേക്ക് വരുന്നതിന് മുമ്പ്
ആത്മീയ ലോകത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരുണ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാർക്കും നബുവത്ത് അല്ലാഹു തആല കൊടുത്തത് ആത്മീയ ലോകത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പ് ആത്മീയ ലോകത്ത് വെച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി ദുആ ചെയ്തു. പരിശുദ്ധമായ മൗലിദിലൊക്കെ നമ്മൾ കേൾക്കുന്നു, അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം അലൈഹിസ്സലാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. മാത്രമല്ല പ്രവാചകന്മാരുടെ എല്ലാ വിജ്ഞാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് അല്ലാഹു പ്രവാചകന്മാർക്ക് വിജ്ഞാനം കൊടുത്തത്. ആത്മീയ ലോകത്ത് വെച്ച് പ്രവാചകന്മാർക്ക് എന്തെല്ലാം കമാലിയത്തുകൾ അല്ലാഹു നൽകിയിട്ടുണ്ടോ അതൊക്കെ ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാർക്കുള്ള കമാലിയത്തും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. ആത്മീയ ലോകത്ത് വെച്ച് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്, ഇങ്ങനെ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള എല്ലാ പ്രവാചകന്മാർക്കുള്ള നബുവത്തും വിജ്ഞാനവും അവിടുത്തെ കമാലിയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൽകി. മാത്രമല്ല പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം അല്ലാഹു തആല സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ വേദഗ്രന്ഥങ്ങൾ വായിച്ച മഹത്തുക്കളെല്ലാം അവർക്കെല്ലാം വല്ല പ്രയാസങ്ങളും എത്തുമ്പോൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ അവസാനം ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് നീ ഇറക്കിയ വേദഗ്രന്ഥങ്ങൾ ഞങ്ങൾ കാണുന്നു, അദ്ദേഹത്തിൻ്റെ മഹത്വം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അല്ലാഹുവേ ആ പ്രവാചകന്റെ മഹത്വം കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി തരണേ അല്ലാ എന്ന് പൂർവ്വ വേദഗ്രന്ഥങ്ങളുടെ ആളുകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആനിൽ തന്നെ നമ്മൾ കാണുന്നു. അങ്ങനെ ആത്മീയ ലോകത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുണ ചെയ്തു. ഇനി ആലമുൽ അർഹാം ഗർഭകാലഘട്ടത്തിലുള്ള ആദം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെ ആമിന ബിയുടെ ഗർഭപാത്രത്തിലേക്ക് എടുത്തപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാരുണ്യത്തിൻ്റെ പ്രവാചകനല്ലേ. ഗർഭപാത്രത്തിന് അറബിയിൽ പറയുന്നത് റഹ്മ് എന്നാണ്, അഥവാ കാരുണ്യത്തിൻ്റെ വീട്. കാരുണ്യത്തിൻ്റെ വീടാണ് റഹ്മ്. ആ റഹ്മിൽ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുമ്പോൾ കരുണ ചെയ്യണമല്ലോ, കാരണം റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ഏതൊരു സ്ത്രീയും ഗർഭം ധരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ അത് വല്ലാത്ത വിഷമമാണ്, കഷ്ടപ്പാടാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലായി പറഞ്ഞു, വസൈനൽ ഇൻസാന ബിവാലിദൈ ഇഹ്സാനാ ഹമലതുഹു കുർഹൻ വ വലഅതുഹു കുർഹാ. ഒരു സ്ത്രീയുടെ ഗർഭധാരണയെ പറ്റി വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് തന്നെ അത് വലിയ പ്രയാസത്തിൻ്റെ ഘട്ടമാണ്, വിഷമത്തിൻ്റെ ഘട്ടമാണ്. 250 ദിവസം ഒരു പിഞ്ചു പൈതലിനെ ഗർഭത്തിൽ ചുമന്നുകൊണ്ട് കിടക്കുമ്പോഴുണ്ടാകുന്ന വിഷമം, അവൾ പ്രസവിക്കുമ്പോഴുണ്ടാകുന്ന വിഷമം നമ്മൾ കാണും. നമ്മൾ സഹോദരിമാരിൽ, നമ്മുടെ ഉമ്മയിൽ നിന്നും, നമ്മുടെ ഭാര്യമാരിൽ നിന്നും മനസ്സിലാക്കുന്നു.
വല്ലാത്ത പ്രയാസഘട്ടമാണത്, വല്ലാത്ത വിഷമമുള്ള ഘട്ടമാണത്. പക്ഷേ റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മ ആമിന ബിയുടെ റഹിമിൽ കിടക്കുന്ന സമയത്ത് വലം തജിദ് ലിഹംലിഹി ഹലമൻ വലാ സിഖലാ, സാധാരണ സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളോ വിഷമങ്ങളോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ചുമന്നതുകൊണ്ട് അവിടുത്തെ ഉമ്മക്ക് സഹിക്കേണ്ടി വന്നിട്ടില്ല. ഗർഭപാത്രത്തിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്തുൽ ആലമീനായിട്ടാണ് വളർന്നത്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഈ ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ആ വിവരണം വിവരിക്കുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂജാതനാക്കിയിട്ടില്ല. ലോകത്തെ എല്ലാ വസ്തുക്കൾക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഹ്മത്താണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നു. അറിയാത്തൊരു വസ്തു ഭൂമിയിലില്ല. കല്ലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നു. പർവ്വതങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുന്നു. മൃഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുന്നു. വൃക്ഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുന്നു. പക്ഷികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുന്നു. പ്രാണികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുന്നു. ഈ ഭൂമിയിൽ അറിയാത്തൊരു വസ്തുവില്ല. എല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. എല്ലാ ജീവികൾക്കും റഹ്മത്തുൽ ലിൽ ആലമീനാണ്. ജീവനില്ലാത്ത വസ്തുക്കൾക്കും റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വേർപാട് അങ്ങകൽ നിന്നപ്പോഴേക്ക് ഒരു ഉണങ്ങിയ ഈത്തപ്പഴ കഷ്ണം കരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതാൻ വേണ്ടി നിന്നിരുന്ന ഈത്തപ്പഴ കഷ്ണം അതൊരു ചെറിയ മരക്കഷ്ണമായി മറ്റൊരു മിമ്പർ രേഖപ്പെടുത്തിയപ്പോൾ, ഒരു മിമ്പർ നിർമ്മിച്ചു കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുമഅക്ക് ആ മിമ്പറിൻ്റെ മേൽ കയറി ഖുത്ബ ഓതാൻ തുടങ്ങി. സഹാബത്ത് വിശദീകരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതാൻ തുടങ്ങിയപ്പോൾ ഒരു ഭാഗത്തിൽ നിന്നതാ തേങ്ങിക്കരയുന്നു. എങ്ങനെയാണ് തേങ്ങിക്കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സംഭവം സഹാബത്ത് വിശദീകരിക്കുന്നു. ഹനീനും ബുക്കാവും ബുക്കാഇസ് സബീ, ഒരു കുട്ടി കരയും പോലെ തേങ്ങി തേങ്ങി ഒരു ഭാഗത്ത് നിന്ന് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതുകയാണ്. സ്വഹാബക്കൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ ഓതിയ ആ മരക്കഷ്ണം, അഥവാ ആദ്യം ഖുത്ബ ഓതിയിരുന്ന ഈത്തപ്പന്റെ മരക്കഷ്ണം, ഉണങ്ങിയ മരക്കഷ്ണമാണ് കരയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുത്ബ നിർത്തി മിംബറിൽ ഇറങ്ങി. ഹദീസിൽ കാണാൻ സഹാബത്ത് വിശദീകരിക്കുന്നു, ആ ഉണങ്ങിയ ഈത്തപ്പന കഷ്ണത്തിൻ്റെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു. വൽതസമു, അതിനങ്ങ് കൂട്ടിപ്പിടിച്ചു. അതാ ഫസകനൽ ജദ്ഉ, അതാ അതിൻ്റെ കരച്ചില നടക്കുകയാണ്. സഹാബത്ത് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനോട് ചോദിക്കുന്നു, നീ എന്തിനാണ് കരയുന്നത്? പറഞ്ഞു, നബിയേ, അങ്ങയുടെ വേർപാടാണ്. അങ്ങയുടെ കാലിൽ സ്പർശനം ഏറ്റുകൊണ്ട് ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സുഖമായിരുന്നു. അന്ന് എന്നെ വിട്ടുപിരിഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരകഷ്ണത്തിനോട് പറഞ്ഞു, നിനക്ക് ഈ ഭൂമിയിൽ നല്ലൊരു മരമായിട്ട്, ഈത്തപ്പന മരമായിട്ട് ജീവിക്കാം. അതല്ലെങ്കിൽ നാളെ സ്വർഗത്തിൽ നിനക്കൊരു ഈത്തപ്പനമരമായിട്ട് വളരാം. അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും ഭക്ഷണമാകാൻ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ സഹാബത്ത് പറയുകയാണ്,
ഈത്തപ്പനമരം ഈത്തപ്പനമര കൃഷ്ണൻ നബിയോട് സംസാരിക്കുകയാണ്. യാ റസൂലല്ലാഹ് ഇഖ്തർതുൽ ആഖിറ, ആഖിറ ഞാൻ തെരഞ്ഞെടുത്തു നബിയേ, എനിക്ക് ആഖിറം മതി നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചതിനെ മറവ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഉണങ്ങിയ ഈ പരമരഷ്ണം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുകയാണ്. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലുകൾ മനസ്സിലാക്കുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ മക്കയിലായിരുന്ന സമയത്ത് ഞങ്ങൾ മക്കയുടെ പല ഭാഗത്ത് നടന്നു പോകുമ്പോൾ ഫമസ്തഖബല ഹജറുൻ വലാ ശജറുൻ ഇല്ലാ വഹുവ യഖൂലു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ മക്കയുടെ മലഞ്ചെരുവിലൂടെ ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഏതെല്ലാം മരങ്ങളാണോ റസൂലുള്ളാഹിനെ കാണുന്നത്, ഏതെല്ലാം വൃക്ഷങ്ങളാണോ റസൂലുള്ളാഹിനെ കാണുന്നത്, എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് സലാം പറയുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നി ലാ അരിഫു അജ്റൻ ബിമക്ക കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ, ഞാൻ പ്രവാചകനായി ഭൂലോകത്തേക്ക് നിയമിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എനിക്ക് സലാം പറഞ്ഞിരുന്ന മക്കയുള്ള കല്ല് എനിക്ക് മനസ്സിലാകും, ഇന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ കല്ലുകൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുമായിരുന്നു, തിരിച്ചറിവുണ്ടായിരുന്നു. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, വ ഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ മാ വ ഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വ ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന കല്ലുകളുണ്ട്, അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ് മേൽഭാഗത്ത് ഉരുണ്ട് വീഴുന്ന കല്ലുകളുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലുകൾ മനസ്സിലാക്കിയിരുന്നു. മഹാനായിരിക്കുന്ന ജഅഫർ ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരു യാത്ര നടത്തുകയാണ്. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, ജഅഫറേ നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട് ജഅഫറേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ എനിക്ക് ദാഹിക്കുന്നുണ്ട്, എനിക്ക് വല്ലാണ്ട് ദാഹം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജഅഫറേ ആ കാണുന്ന മലമുകളിൽ ഒരു കല്ലുണ്ട്, ആ കല്ലിനോട് എൻ്റെ സലാം പറയൂ, എന്നിട്ട് ഞാൻ പറഞ്ഞയച്ചതാ എന്ന് പറയും വെള്ളം തരാൻ. ജഅഫർ റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടുകൂടെ അത് ആ കല്ലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. മലമുകളിൽ പോയി ഒരു കല്ലിനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ പറഞ്ഞയച്ചതാണ്, എനിക്ക് ലേശം വെള്ളം തരാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു. അവിടുന്ന് അത് ആ കല്ല് സംസാരിക്കുകയാണ്, ജഅഫറേ നിന്നെ ഹബീബ് പറഞ്ഞയച്ചതാണെന്ന് എനിക്കറിയാം, നിന്നെ റസൂലുള്ള പറഞ്ഞയച്ചതാണെന്ന് എനിക്കറിയാം. എൻ്റെ അന്തർഭാഗത്ത് നല്ല വെള്ളമുണ്ടായിരുന്നു ജഅഫറേ, പക്ഷേ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത ഗ്രന്ഥത്തിൽ ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ ഞാൻ പേടിച്ചു പോയി ജഅഫറേ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ. ജഅഫറേ ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ എനിക്ക് പേടിയായി. കാരണം മനുഷ്യരെ നരകത്തിലിട്ട് കരിക്കാൻ വേണ്ടി ഇന്ധനമായി ഉപയോഗിക്കുന്നത് കല്ലുകളാണെന്ന പരാമർശം വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ ജഅഫറേ. ആയത്തിറങ്ങിയത് മുതൽ ഞാൻ പേടിച്ച് കരഞ്ഞുപോയി. എൻ്റെ ഉള്ളിലുള്ള വെള്ളമെല്ലാം വറ്റി ജഅഫറേ എന്ന് നീ ഹബീബിനോട് പറയണം ജഅഫറേ. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്ലുകൾക്ക് മനസ്സിലായിരുന്നു. മാത്രമല്ല അനസ് റളിയല്ലാഹു അൻഹു പറയുന്നില്ലേ, പർവ്വതങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലായിരുന്നു.
മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, സഈദൻ നബി വലാ ഉഹദ്, ഉഹദ് പർവ്വതത്തിന്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി. വമഅഹു അബൂബക്കറും വഉമറും വഉസ്മാൻ, ആ റസൂലുള്ളാഹിനോട് കൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, വർത്തജ ബിഹിമുൽ ജബൽ, ഉഹദ് പർവ്വതം കിടകിടാ വിറച്ചുപോയി. സന്തോഷത്താൽ ഉഹദ് പർവ്വതം വിറക്കുകയാണ്. ഫളറബഹു ബിരിജിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കാല് കൊണ്ടൊന്ന് അടിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്ബത്ത്, സ്ഥിരപ്പെടൂ, നിൽക്കൂ ഉഹദേ. എന്നിട്ട് പറഞ്ഞു, നിന്റെ മേലില്ലാ നബിയും വസുദീഖും വശഹീദാൻ, മാ അലൈക്കില്ലാ നബിയും വസുദ്ദീഖും വശഹീദാനി, നിന്റെ മേലുള്ളതൊരു പ്രവാചകനുമാണ്, ഒരു സിദ്ദീഖുമാണ്, 2 ഷഹദാക്കളുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്ന ഉഹദൻ ജബലൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു, ഉഹദ് മല എന്നെ ഇഷ്ടപ്പെടുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്നു, നമ്മൾ ഉഹദിനെയും ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ബുദ്ധിയില്ലാത്ത ജീവനില്ലാത്ത കല്ലുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയുമായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മരങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നു. ഒരുപാട് സംഭവങ്ങൾ ഹദീസിൽ കാണാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യാത്ര ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി അങ്ങും ഇങ്ങും തിരിയുകയാണ്, ഒരു മറയുമില്ല. ആ സമയത്ത് വിദൂരമായ ഒരു മരത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മരത്തിനോടൊന്ന് പറയൂ, ഞാൻ വരാൻ വേണ്ടി പറഞ്ഞു എന്ന്. മറ്റൊരു മരത്തിനോടും പറയൂ എന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനത് പറയേണ്ട താമസം ആ 2 മരങ്ങളും അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തേക്ക് സന്നിധിയിലേക്ക് വരികയാണ്. അതിലെ മഹാന്മാര് പറയുന്നത്, വൽ വഷ്തു വൽ അഷ്ജാറു കസ്സജദതു ലഹു വഅലൈഹി കസ്സല്ലംന ബഅദ തശഹുദി, മരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് നബിയുടെ മുന്നിലതാ നിൽക്കുകയാണ്. തിരിച്ച് നബിയുടെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവർ ഷഹാദത്ത് ചൊല്ലി തിരിച്ചങ്ങോട്ട് പോവുകയാണ്. ഈ സംഭവം ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാവർക്കും കാരുണ്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവനില്ലാത്ത വസ്തുക്കൾ പോലും തിരിച്ചറിയുന്നത്. നോക്കൂ, ഇനി ജീവനുള്ള വസ്തുക്കളിലേക്ക് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒട്ടകം സുജൂദ് ചെയ്തു പോയി. സഹാബത്ത് വിശദീകരിക്കുകയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ചാരത്തിരിക്കുന്ന സമയത്ത് ഒരു അൻസാരിയായ സഹാബി റസൂലുള്ളാഹിനോട് ആവലാതി ബോധിപ്പിക്കുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലേ, എനിക്കൊരൊട്ടകമുണ്ട്, ഞാൻ പറയുന്ന ജോലികളൊന്നും അത് സ്വീകരിക്കുന്നില്ല, അതിന് വഴങ്ങുന്നില്ല, വല്ലാണ്ട് ഇടങ്ങറാക്കുകയാണ്, ബുദ്ധിമുട്ടാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, എവിടെയാണ് ഒട്ടകം? പറഞ്ഞു, അതെൻ്റെ തോട്ടത്തിലുണ്ട്, അത് വല്ലാണ്ട് പ്രയാസപ്പെടും, അതിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കഴിയുന്നില്ല, അത്രയും കഠിനമായ ശത്രുതയുള്ള ഒട്ടകമാണ് നബിയെ, ഞാൻ പറയുന്ന ജോലികളൊന്നും ചെയ്യുന്നില്ല, അത് സ്വീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സഹാബാക്കളോട് പറഞ്ഞു, ഖുമു, എണീക്കൂ, നമുക്കൊന്ന് പോയി നോക്കാം. സഹാബത്ത് വിശദീകരിക്കുകയാണ്, ഫദഖലൽ ഹായിത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തോട്ടത്തിൽ കടന്നു, തോട്ടത്തിൽ പ്രവേശിച്ചു. വൽ ജമലു ഫീ നാഹിയതിഹി, ഒട്ടകം ആ തോട്ടത്തിൻ്റെ ഒരു ഭാഗത്താണ്. ഒട്ടകത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ ഫശിയൻ നബിയു നഹബഹു,
ഒട്ടകത്തിൻ്റെ ഭാഗത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയി. ആ സമയത്ത് അൻസാരിയായ സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹു ഖദ് സാറ മിസ്ലുൽ ഖൽബ്, അത് നായെപ്പോലെയാണ് റസൂലേ, അത് മനുഷ്യനെ ഉപദ്രവിക്കും. വഇന്നാ നഖാഫു അലൈക സൗലത്തുഹു, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അങ്ങയുടെ മേൽ ഞങ്ങൾ പേടിക്കുന്നുണ്ട് നബിയേ, അതുകൊണ്ട് അങ്ങോട്ട് പോകല്ല നബിയേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ അലൈ മിൻ ബാസ്, അതെനിക്കൊരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകം നോക്കുകയാണ്. ഒട്ടകം നോക്കിയപ്പോൾ അഖ്ബല നഹബഹു, റസൂലുള്ളാഹിന്റെ ഭാഗത്തേക്ക് വരുന്നു. എന്നിട്ട് ഹത്താ ഖറ സാജിദൻ ബൈന യദൈ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സുജൂദ് ചെയ്തു വീണു. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ബുദ്ധിയില്ലാത്ത ഈ ജീവി അങ്ങയുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സുജൂദ് ചെയ്യട്ടെ നബിയേ. അവിടുന്ന് പറഞ്ഞു, സുജൂദ് ഒരിക്കലും എനിക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ ആരെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. പക്ഷേ ഞാൻ കൽപ്പിച്ചിട്ടില്ല. ആർക്കും സുജൂദ് ചെയ്യാൻ പാടില്ല, അല്ലാഹുവിനല്ല സുജൂദ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, ആരുടെയാണ് ഈ ഒട്ടകം എന്ന് ചോദിച്ചപ്പോൾ അതാ അൻസാരി പറഞ്ഞു, നബിയേ, അത് എൻ്റെതാണ്, ആ ഒട്ടകം എൻ്റെ ഒട്ടകമാണ് നബിയെ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാരിയായ സഹാബിയോട് പറയുകയാണ്, ഫലാ തത്തഖില്ലാ ഫി ഹാദിഹിൽ ബഹീമ, ഈ മൃഗത്തിൻ്റെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ തഖ്വ ചെയ്യുന്നില്ലേ? അല്ലത്തി മല്ലഖക അല്ലാഹു ഇയ്യാഹ, നിനക്കല്ലാഹു അതിന് അധികാരപ്പെടുത്തി തന്നു. ഫഇന്നഹു ശക്കാ ഇലൈ അന്നക തുജീഉ വതുത്ബിഉ, ആ ഒട്ടകം എന്നോട് അവലാതി ബോധിപ്പിക്കുന്നുണ്ട്, നീ അതിന് ഭക്ഷണം കൊടുക്കുന്നില്ല, അതിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒട്ടകം സുജൂദ് ചെയ്യുകയാണ്. അതുപോലെ ഒട്ടകത്തിൻ്റെ ആവലാതി ഒട്ടകം ബോധിപ്പിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ യാത്ര പോയപ്പോൾ റസൂലുള്ളാഹിയുടെ പ്രാഥമിക ആവശ്യത്തിന് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൻസാരിയായ ഒരു സഹാബിയുടെ തോട്ടത്തിൽ കടന്നു. ആ സമയത്ത് ഒരു ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. വദഫറത്ത് ഐന, അത് കരയുന്നുണ്ട്, തേങ്ങി കരയുന്നുണ്ട്, അതിൻ്റെ കണ്ണ് നീരൊറ്റുന്നുണ്ട്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വമസഹദിഫുറാഹു, അവിടുത്തെ ചെവിൻ്റെ ഭാഗത്തൊന്ന് തടഞ്ഞു. അതിൻ്റെ കരച്ചിൽ അങ്ങ് നിർത്തിയപ്പോൾ ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മർറബ്ബു ഹാദൽ ജമൽ, ഈ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനാരാണ്? ആ സമയത്ത് ഒരു അൻസാരി വന്നിട്ട് പറഞ്ഞു, ഫഖാല ലി യാ റസൂലല്ലാഹ്, അത് എൻ്റെതാണ് നബിയേ. അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഓ മനുഷ്യ, ഈ ഒട്ടകത്തിൻ്റെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ പേടിക്കുന്നില്ലേ? കാരണം ഫഇന്നഹു ശക്കാ ഇലൈ അന്നക തുജീഉഹു, നീ ആ ഒട്ടകത്തിനെ വിഷമിപ്പിക്കുന്നുണ്ട്, വിശപ്പുണ്ടാക്കുന്നുണ്ട് എന്നുള്ള ആ വലാതി ആ ഒട്ടകം എന്നിലേക്ക് ബോധിപ്പിക്കുന്നുണ്ട് എന്ന്, ഒട്ടകം എന്നിലേക്ക് ആ വിഷം ബോധിപ്പിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിയെ വിളിച്ചു പറയുന്നു. നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒട്ടകങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയുകയാണ്. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരിച്ചറിയുന്നു. നബിയെ തിരിയാത്ത ഒരു വസ്തുവും ലോകത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് കാരുണ്യവാനായിട്ടാണ് വന്നിട്ടുള്ളത്. ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന് കരുണയല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യവാനായി ജീവിച്ചെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർസഖിയ ജീവിതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തിന് കരുണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും, എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. വമമാത്തി ഖൈറുൽ ലക്കും, എൻ്റെ മരണവും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഖൈറാണ്.
എന്നിട്ട് അള്ളാഹിൻ്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ വല്ല നന്മയും ചെയ്ത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂല് പറയാണ്, നിങ്ങൾ വല്ല തിന്മയും ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബർസഖിയ ജീവിതത്തിൽ കടന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഅ്ശറയിലേക്ക് നിർത്തി നോക്കിയാൽ, പ്രിയമുള്ളവരെ, എല്ലാവരും കൈമലത്തുന്ന സമയമാണല്ലോ മഅ്ശറ സമയം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരുണ നാം മനസ്സിലാക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഉമ്മത്തിനെ എത്രമാത്രമാണ് സ്നേഹിച്ചത്, എത്രമാത്രമാണ് കാരുണ്യം ഈ ഉമ്മത്തിന് നൽകി, ലോകത്തിന് നൽകിയത്. ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിക്കുകയും കത്തിച്ചൊലിക്കുന്ന സൂര്യൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാരും എരിപൊരി കൊള്ളുന്ന സമയമാണല്ലോ. ആ സമയത്ത് മുഴുവനും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് വിലാപം ഉയർത്തുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, കാരുണ്യത്തിൻ്റെ പ്രവാചകനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഉമ്മത്തി ഉമ്മത്തി, എൻ്റെ ഉമ്മത്തെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ അടുക്കൽ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യുകയാണ്. അങ്ങനെ ഹദീസിൽ കാണാം, ഓരോ ആളുകളും സ്വർഗപ്രവേശനത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, സിറാത്ത് പാലം കടക്കുമ്പോൾ എല്ലാവരും കടന്നാലും അവസാനം കടക്കുന്ന ഒരാളുണ്ട്. ആ അവസാനം കടക്കുന്ന ആളാണ് ആദ്യം കടന്നതെങ്കിലും സിറാത്ത് പാലത്തിൻ്റെ അവിടെ നിൽക്കുന്ന ഒരേ ഒരാള്, അത് നമ്മുടെ ഉമ്മയല്ല, നമ്മുടെ ഉപ്പയല്ല. നമ്മുടെ ഉമ്മയും ഉപ്പയും സ്വർഗത്തിലെത്തിയാലും സിറാത്ത് പാലം കടക്കുന്ന സമയത്ത് ഈ ഉമ്മത്തിൽ ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, സല്ലിം സല്ലിം യാ അല്ലാ, എൻ്റെ ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞ് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ സിറാത്ത് പാലത്തിൻ്റെ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ അവിടുത്തെ മുഴുവൻ ജീവിതവും, അവിടുത്തെ എല്ലാ സമയവും കാരുണ്യത്തിനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹു പറയുകയാണ്, നബിയെ, അങ്ങ് ലോകത്തിന് കാരുണ്യവാനായിട്ടല്ലാതെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യവാനാണെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്നേഹിക്കേണ്ടതുണ്ട്. ആ കാരുണ്യം നമുക്ക് സദാസമയം തരുന്നുണ്ടെങ്കിൽ ആ ഹബീബിനോട് നമ്മൾ അങ്ങേയറ്റം കടപ്പെട്ടിട്ടുണ്ട്. ആ ഹബീബിനെ സ്നേഹിക്കാൻ നമ്മൾ അങ്ങേയറ്റം കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ വസ്തുക്കളും ഹബീബിനെ സ്നേഹിക്കുന്നുണ്ട്. കല്ലുകൾ ഹബീബിനെ സ്നേഹിക്കുന്നു, മരങ്ങൾ ഹബീബിനെ സ്നേഹിക്കുന്നു, മൃഗങ്ങൾ ഹബീബിനെ സ്നേഹിക്കുന്നു. എല്ലാ വസ്തുക്കളും ഹബീബിനെ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കെല്ലാം അല്ലാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് റഹ്മത്ത് ലഭിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ്. നമുക്ക് എന്തൊരു അനുഗ്രഹം ഈ ലോകത്ത് ലഭിക്കുന്നുണ്ടോ അതൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് റഹ്മത്ത് വിഭജനം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ഏതാൾക്ക് എന്തൊരു അനുഗ്രഹം കൊടുക്കുന്നുണ്ടോ അതെല്ലാം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അതുകൊണ്ട് ഹബീബിനെ നന്നായി നമ്മൾ സ്നേഹിക്കുക, അങ്ങേയറ്റം സ്നേഹിക്കുക. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ലാ ഈമാൻ ലിമൻ ലാ മഹബ്ബത ലഹു, സ്നേഹമില്ലാത്തവന് ഈമാൻ ഇല്ല എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു അനുഗ്രഹം ലഭിക്കുന്നത് ഹബീബായ റസൂലുള്ളയിലൂടെയാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഈമാനുള്ളൂ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ സ്നേഹിക്കുന്ന, ഹബീബിനെ ഇഷ്ടപ്പെടുന്ന, ഹബീബിനെ അനുധാവനം ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, പാപികളായ ദോഷികളായ ഞങ്ങൾ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ. ഹബീബിൻ്റെ റഹ്മത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നാളെ മഹ്ശറയിൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹബീബിൻ്റെ ശഫാഅത്തിൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഹബീബിൻ്റെ കൈ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നാളെ ജന്നാത്തിൽ
ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.